വാവ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിലും വലിയൊരു കോമഡി ക്ലബ്ബ് ISL-ലുണ്ടോ? ഈ ഒരു പെർഫോമൻസിന് എക്സ്ക്യൂസുകളില്ല. മോഹൻ ബഗാന്റെ റിസർവ് ടീം നമ്മുടെ മെയിൻ ടീമിനെ ഡോമിനേറ്റ് ചെയ്ത് അടിച്ച് തൂഫാനാക്കി വിട്ടിരിക്കുകയാണ്. കലിംഗ സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഇറങ്ങിയ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ഈ തോൽവിയുടെ നാണക്കേട് എന്താണെന്ന് അറിയണം. ബിക്കോസ് ഇത് അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ 18 കൂടുതൽ ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്തു, അവസാനം വരെ ട്രൈ ചെയ്തു എന്നൊന്നും ആലോചിച്ച് ആരും സമാധാനിക്കണ്ട. മോഹൻ ബഗാന്റെ പിള്ളേര് തന്നെയാണ് ഈ മത്സരത്തിൽ കളിച്ചതും ജയം അർഹിച്ചതും. ആകെ ആ ശ്രീകുട്ടൻ മാത്രമാണ് എന്തെങ്കിലും ഒരു നല്ല പെർഫോമൻസ് നമുക്ക് വേണ്ടി നൽകിയത്. ഈവൻ ആ ഗോൾ അടിച്ചില്ലെങ്കിലും അവൻ തന്നെയായിരുന്നു ഇന്ന് നമ്മുടെ ബെസ്റ്റ് പ്ലെയർ. എല്ലാ പ്ലെയേഴ്സും ആ പയ്യനെ നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കട്ടെ. നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പെർഫോമൻസിൽ ഞാനും ഒരുപാട് ഡിസപ്പോയിന്റഡ് ആണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ 5 കാര്യങ്ങൾ പറയുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തായാലും ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറിന്റെ പെർഫോമൻസിനെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്ലെയർ റേറ്റിംഗ്സിലൂടെ മനസ്സിലാക്കാം. സച്ചിൻ സുരേഷ്, മോഹൻ ബഗാൻ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തു, അത് ഗോൾ വലയിൽ എത്തുകയും ചെയ്തു. ആ സഹലിന്റെ ഫിനിഷിനെ സ്റ്റോപ്പ് ചെയ്യാൻ സച്ചിന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഡിഫൻസ് അവിടെ ഓൾറെഡി എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ ഹി വാസ് ഹെൽപ്ലെസ്. ആ ഒരു ഫിനിഷിനെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ സഹൽ ആ ഫസ്റ്റ് ടച്ച് എടുത്തതിന് ശേഷം രണ്ടാമതൊരു ക്ലെവർ ആയിട്ടുള്ള ടച്ച് എടുത്തിട്ടാണ് സച്ചിന്റെ മോളിൽ കൂടെ ആ ബോൾ ഫിനിഷ് ചെയ്തത്. അവിടെ സഹലിന് അത്രയും ടൈമും സ്പേസും കൊടുത്ത് നമ്മുടെ ഡിഫൻസിനെ വേണം ആദ്യം തെറി പറയാൻ. പക്ഷേ എന്നാലും ഇറ്റ് വാസ് എ വേൾഡ് ക്ലാസ് ഫിനിഷ്. സെക്കൻഡ് ഹാഫിൽ മിലോസിനെ ബീറ്റ് ചെയ്ത് വന്ന സലഹുദ്ദീന്റെ ഒരു നല്ല ഷോട്ട് സച്ചിൻ സേവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സുഹൈൽ ഭട്ട് അടിച്ച ഗോളിലും സച്ചിനെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഡിഫൻസിൽ നിന്നും ഈ മത്സരത്തിൽ സച്ചിന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല. റേറ്റിംഗ് 5 out of 10. ഹോർമി പാം, ഞാൻ എന്ത് പറയാനാണ്. ഹോർമിയെ ദൈവത്തെ ഓർത്ത് ഇനി ഒരിക്കലും റൈറ്റ് ബാക്കിൽ കളിപ്പിക്കരുത്. ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ആദ്യത്തെ ഗോളിൽ സഹലിനെ ട്രാക്ക് ചെയ്യാനുള്ള അവയർനെസ് കാണിച്ചില്ല. രണ്ടാമത്തെ ഗോളിൽ ആഷിക്ക് ഈ ചവറൊക്കെ അടിച്ചു മാറ്റുന്ന പോലെ നൈസ് ആയിട്ട് തുടച്ചു നീക്കി. ഫോർവേഡ് പാസുകൾ കൊണ്ട് മാത്രം ഒരു ഫുൾ ബാക്ക് ആവില്ല. റേറ്റിംഗ് 2 out of 10. വികാസ് യുമ്നം, നമ്മുടെ ഡിഫൻസ് മൊത്തത്തിൽ പാളിയപ്പോ അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വികാസാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരൊറ്റ മിസ്റ്റേക്ക് പോലും വികാസിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഗോളിന്റെ ബിൽഡപ്പിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാമായിരുന്നെന്ന് തോന്നിയേക്കാം. എന്നാൽ ഒരുപക്ഷെ ഹോർമി അത്ര ഈസി ആയിട്ട് ബീറ്റൺ ആവില്ല. അതുപോലെ തന്നെ സുഹൈലിനെ മിലോസ് നല്ലോണം മാർക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം വികാസ് അവിടെ അങ്ങനെ കമ്മിറ്റ് ചെയ്തത്. എനിവേ റേറ്റിംഗ് 6 out of 10. മിലോസ്, കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസിന് ശേഷം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു മിലോസിനെ മൊത്തത്തിൽ വിശ്വസിക്കാറായോ എന്ന് പറയാറായിട്ടില്ലെന്ന്. അതെന്തായാലും ഈ മത്സരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എതിരാളികളുടെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള പേസ് ഇല്ല. അതുപോലെ തന്നെ സുഹൈലും സലഹുദ്ദീനും ഒക്കെ ഇത്ര ഫിസിക്കലി ബിഗ് ആയ മിലോസിനെ വളരെ ഈസി ആയിട്ടാണ് ഡോമിനേറ്റ് ചെയ്തത്. ഇങ്ങനെ പിടിച്ച് നമ്മൾ വൈസ് ക്യാപ്റ്റൻ ആക്കിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. റേറ്റിംഗ് 3 out of 10. നവോച്ച സിംഗ്, ആദ്യ ഗോളിന്റെ ബിൽഡപ്പിൽ സലഹുദ്ദീൻ വളരെ ഈസി ആയിട്ട് നവോച്ചനെ ബീറ്റ് ചെയ്തു. ആ ഒരു തിരിച്ചടിക്ക് ശേഷം നവോച്ച റിക്കവർ ആയതേയില്ല. ഇതുകൂടാതെ സലഹുദ്ദീൻ തന്നെ നവോച്ചയെ ഒരു നട്ട്മെഗിലൂടെ നാണം കെടുത്തിയിരുന്നു. അറ്റാക്കിലും ഒന്നും ചെയ്യാനായില്ല. ടെറബിൾ പെർഫോമൻസ്. ഈ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് നവോച്ചയെ ഇപ്പോഴും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. റേറ്റിംഗ് 2 out of 10. ദൂഷാൻ ലഗറ്റോർ, ഇത്ര വലിയൊരു മനുഷ്യൻ ആ ഒരു മിഡ്ഫീൽഡിൽ ഉണ്ടായിട്ട് അതിന്റെ ലീഡർഷിപ്പോ ഡോമിനേഷനോ ഒന്നും കണ്ടില്ല. സാധാരണ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്ന ഒരു പ്ലെയർ ടീമിന്റെ ബിൽഡപ്പ് പ്ലേയിൽ നല്ലോണം ഇൻവോൾവ് ആവാറുണ്ട്. ലഗത്തോർ ആണെങ്കിൽ ഒരു ബോളിന് വേണ്ടി കോൾ ചെയ്യുന്നതും കണ്ടില്ല, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും കണ്ടില്ല. റേറ്റിംഗ് 4 out of 10. വിപിൻ, സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ കുറച്ച് നല്ല ടേണുകളും നല്ല പാസുകളും ഒക്കെ കാണാൻ കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒന്നുകൂടെ ക്രിയേറ്റീവ് ആവാൻ നല്ല എഫേർട്ട് എടുത്തു. ആ ഒരു നല്ല പാസ് ജീസസിന് കൺവേർട്ട് ചെയ്യാനായില്ല എന്നുള്ളതൊരു വലിയ നിരാശയാണ്. എന്തായാലും റേറ്റിംഗ് 5 out of 10. മുഹമ്മദ് ഐമൻ, നല്ല പേസും ട്രിക്കുകളും ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ബോളിൽ അത്ര ഫിസിക്കലി സ്ട്രോങ് അല്ലാത്ത പോലെ തോന്നി. എതിരാളികൾ വളരെ ഈസി ആയിട്ട് ഡിസ്പോസസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഐമനെ കുറ്റം പറയില്ല. കാരണം ഒരു സീസണിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മിനിറ്റുകൾ കളിക്കുന്ന ഒരു യങ് പ്ലെയറിൽ നിന്നും നമ്മൾ ഇതിൽ കൂടുതൽ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം. അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ 10, 20, 30 മിനിറ്റ് കളിച്ചാൽ ഇവരൊക്കെ എങ്ങനെ ഡെവലപ്പ് ആവും?
റേറ്റിംഗ് 4 out of 10. നോവ സദോയി അറ്റാക്കിൽ ശ്രീകുട്ടന് ശേഷം നമ്മുടെ ബെസ്റ്റ് പ്ലെയർ. ഫസ്റ്റ് ഹാഫിൽ 1-2 നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. നോവ എന്തായാലും ഈ മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ വേണ്ടത്ര സപ്പോർട്ട് തൻ്റെ ടീംമേറ്റ്സിൽ നിന്നും ലഭിച്ചില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ക്ലിയർലി നോവ വളരെ ഫ്രസ്ട്രേറ്റഡും ആയി. അതുകൊണ്ട് ആ ക്വാളിറ്റിയും കുറഞ്ഞു. റേറ്റിംഗ് 5 out of 10. ദാനിഷ് ഫറൂഖ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ ദാനിഷിനെ ചിലപ്പോൾ മെന്റലി എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് ശരിക്കും ദാനിഷ് സ്റ്റാർട്ട് ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരുപാട് ക്രിട്ടിക്കൽ ആവുന്നില്ല. നോട്ട് ഇംപ്രസീവ് 4 out of 10. ഹേസൂസ് ഹിമനേസ് പോരാ, ഒട്ടും പോരാ. കഴിഞ്ഞ കളിയിൽ ഒരു എക്സ്ക്യൂസ് കൊടുത്തു. പക്ഷെ ഈ കളിയിൽ എനിക്ക് അങ്ങനെ പറയാനാവില്ല. ഒരു സെന്റർ ഫോർവേഡ് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒന്നിലധികം ചാൻസുകൾ ഹിമനേസ് ഈ മത്സരത്തിൽ പാഴാക്കി. ഇതൊന്നും ടാർഗറ്റിൽ പോലും അദ്ദേഹത്തിന് അടിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശ. ഈ മത്സരത്തിന് ശേഷം എന്തായാലും ജീസസിനെ കാട്ടാളൻ കുരിശി കയറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതെനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. ഇത്രയും ക്ലിനിക്കലായ ഒരു പ്ലെയർ ഇപ്പൊ കളിക്കുന്നത് ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് അറിയാത്ത പോലെയാണ്. അൺബിലീവബിൾ. ഹോർമിപ്പാമിനെയും നവോച്ചയും പോലെ ഈ മത്സരത്തിലെ നമ്മുടെ ഏറ്റവും മോശം പെർഫോമേഴ്സിൽ ഒരാൾ ഹിമനേസ്. റേറ്റിംഗ് 2 out of 10. That's it guys. അതായിരുന്നു നമ്മുടെ പ്ലെയർ റേറ്റിംഗ്സ്. ഈ ഒരു മത്സരത്തിൽ ബെഞ്ചിൽ നിന്ന് ശ്രീകുട്ടൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ്. ശ്രീകുട്ടന് 10ൽ നിങ്ങൾ എന്ത് റേറ്റിംഗ് കൊടുക്കും അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ നിന്നും ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കുറിച്ചുള്ള പെർഫോമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു തോൽവി മൊത്തത്തിലൊന്ന് പ്രോസസ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് 5 കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് care. Bye for now.